ഫോണിലാന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ, ചെറുതൊന്നും ഇല്ലല്ലോ. ആര് ഡാഡ് ചീത്ത കുട്ടിയോ? അങ്ങനെ പറയരുത്. ഇവിടെ വന്നപ്പോ തന്നെ എല്ലാരേലും മക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ അല്ലാണ്ട് തന്നെ വന്നത് അല്ലേ. അപ്പൊ കേസ് നമ്മൾ ഇതാക്കണ ഇന്ന് പിന്നെ പ്രസവരക്ഷ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഷെമിനോട് ഞാൻ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഷെമിനെ ഇതാക്കണ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കുറെ കൊണ്ടുപോകണമല്ലോ. എത്ര ദിവസത്തേക്കാണ് ഷെമി നമ്മൾ പോണേ? 15 ദിവസത്തേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഷെമി ബാഗ് എടുക്കാണ്ടല്ലേ? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഷെമി മാറ്റാണ്ട് ഇങ്ങനെ നിന്നതായിരുന്നു ഇപ്പോൾ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എന്തായാലും ഇപ്പോൾ എന്താ പറയുക, കുറച്ച് ഏജ് ഉള്ളത് കൊണ്ട് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് സാധാരണ ഒരു ഡെലിവറിയാണ് ഇവിടെ നടന്നത്. അപ്പം അതിനെന്തൊക്കെയാണോ സാധാരണ രീതിയിൽ നമ്മളൊക്കെ ചെയ്യുക, ആ സാധനങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വിളിച്ച സമയത്ത് പോലും പറഞ്ഞ് അത് സാധാരണ ഡെലിവറി ഈ മാസമായ സമയത്താണ് പ്രസവിച്ചതെങ്കിലും സാധാരണ ഒരു ഡെലിവറിയിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ ഇതിനും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഷെമി തീരെ ഇൻട്രസ്റ്റ് അല്ല. ഷെമി ഇല്ല പോകണ്ടായി, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ് അതല്ല, നമുക്ക് ആരോഗ്യം നോക്കണമല്ലോ, അപ്പം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാറ്റിച്ചാണ്. അപ്പം ഇതൊക്കെ ഞങ്ങൾ ഇറങ്ങാണ്, പോകാൻ ഇറങ്ങാണ്. പിന്നെ ബാഗ് എടുക്കാം. അപ്പൊ ആവശ്യമില്ല എങ്ങനെ അതൊക്കെ ഞാൻ എടുത്തോളാം. ആയിഷു ഷെമിന്റെ താത്തന്റെ വീട്ടിലാണ്. അപ്പം അവിടുന്ന് പോണ വഴിക്ക് ആയിഷുവിനെ കൂട്ടിയിട്ട് വേണം പോകാൻ. ആയിഷു ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ആയിഷു ഇപ്പോൾ ഈ ഒരു പ്രായമാണല്ലോ, 3 വയസ്സ് 3.5 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കച്ചറ കൂടുന്ന ടൈമാണല്ലോ. അപ്പം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഷെമിക്കിപ്പം അധികം അനങ്ങാനൊന്നും പറ്റാത്തത് കൊണ്ട് ആയിഷുവിനെ ആയിട്ട് ഇവിടെ ആയിഷു ചാടുക ചെയ്യാൻ. അതെ, കൊറേ ആയല്ലോ റെസ്റ്റ് ആയിട്ട്. അതെ, ഞാൻ പോണില്ലാന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ, ചെറുതൊന്നും ഇല്ലല്ലോ എല്ലാരും. അതെ, പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ ശരിയാണ്, എല്ലാവരും പോകുന്ന സമയത്ത് മക്കളൊക്കെ ആയിട്ടാണ് പോകാൻ. പക്ഷെ അപ്പോൾ ഓരോ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുന്നത് നമ്മൾ ഫേസ് ചെയ്ത് അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ പഠിക്കണം. അപ്പം അതാണ് ജീവിതത്തെ സത്യം പറയുകയാണെങ്കിൽ ഇതുവരെ മാറ്റാൻ ഇനി എന്ത് പ്രസവരക്ഷ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ആണെങ്കിലും പോവാന്നാല്. അപ്പം ഏതായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. എന്നാ വാശമേ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണ ആശുവിനെ കൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കണ പോവുകയാണ്. പിന്നെ ആശു തൽക്കാലത്തൊക്കെ അവിടെ ഉള്ള ഡ്രസ്സ് ഒരു ടീച്ചിങ് ആയിട്ട് സെറ്റാക്കി വെച്ചതാണ്. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ആയിഷ തിരിച്ചു വരലില്ല. അപ്പോൾ ഓളൊന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് വെച്ചതാണ്. ഡാഡ വാങ്ങി തന്നത്. ആയിഷുക്ക് ഇഷ്ടമായോ? ആയിഷു ഇപ്പോൾ ഏതായാലും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയപ്പോൾ ആയിഷു ഇതുവരെ ഞങ്ങളില്ലാതെ അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പം ഹോസ്പിറ്റലിൽ ശേഷം ഇപ്പോൾ താത്തൻ്റെ വീട്ടിൽ നിന്ന്, പിന്നെ മൂത്താപ്പൻ്റെ വീട്ടിൽ നിന്ന്, എല്ലായിടത്തും മാറി മാറി നിന്ന് ഇപ്പോൾ ഓക്ക് ഇഷ്ടം അവിടെയും ഇവിടെയൊക്കെ നിൽക്കാനാണ്. കാരണം ഇവിടെ ഇപ്പം നമ്മൾ 2 ആൾ മാത്രമല്ലേ ഉള്ളൂ. അവിടെയൊക്കെ ആവുന്ന സമയത്ത് അവിടെ മക്കളുണ്ട്, കുട്ടികളുണ്ട് അല്ലേ, അതൊക്കെ ഉണ്ട്. ചിരിക്കുക. എന്തിനാ ചിരിക്കണേ? ഡാഡ വീഡിയോ എടുത്തിട്ട് ആയിഷുവിന് ചിരി വരുമല്ലേ. അപ്പൊ ഏതായാലും ഞങ്ങള് നോമ്പ് തുറക്കാൻ ഇപ്പൊ ഏകദേശം 5 മണി ആയിക്കുന്നുണ്ട്. ഞങ്ങള് അപ്പോഴേക്കും എന്തായാലും ഞങ്ങള് മെല്ലെ പോകണല്ലോ. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് മെല്ലെ മെല്ലെ വണ്ടി ഓടിച്ചു പോവുക. വയസ്സുള്ള സമയത്ത് മെല്ലെ ഓടിക്കില്ലായിരുന്നില്ല. അപ്പൊ ആ തയക്കത്തിന് ഓടിക്കുമ്പോ സമയത്ത് മെല്ലെ ഓടിച്ചു പോവുക. അല്ല, മെല്ലെ ഓടിക്കുന്നതാണ് നല്ലത്. എന്നാലും ആ ഒരു കരുതലുണ്ട്, ആ ഒരു കെയറിങ് അങ്ങനെ ആയി പോകും അല്ലേ. ഇപ്പൊ സെറ്റായി വരികയാണ്. ഇപ്പൊ ഞങ്ങള് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വണ്ടി കയറുന്നത് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ വരുന്നവരെ കയറിയെന്നല്ലാതെ അതൊക്കെ എന്തോ ഒരു മൂഡ്, എന്തോ
എന്തോ ഇതിൽ കയറി ഞാൻ ഇരുന്ന് എന്തോ എനിക്ക് ആ കാര്യങ്ങൾ ഒരുവിധം ഒന്നും മൈൻഡിലില്ല. എനിക്കുണ്ടോ ഇതിന് എല്ലാ കാര്യങ്ങളൊന്നും നമ്മള് മറവി പഠിച്ചോണ്ട് തന്നത് നല്ലതിനാ അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ മാറും. ആയിഷു കഴിച്ചടാ, ആടൊക്കെ നോമ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ പറഞ്ഞ് അങ്ങനെ ആക്കിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് വന്നിട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഷെമിക്ക് ഡോറടിച്ച് വാതിലടിച്ച് ഒറ്റക്ക് നിക്കാനും ഒക്കെ പേടി. മഴ പെയ്യുമ്പൊക്കെ മഴ കൊള്ളുമല്ലോന്ന് ഇതൊക്കെ പേടിയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ ഷെമിനോട് പറഞ്ഞ് നമ്മള് ധൈര്യത്തിൽ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ നബി വരെ മരിച്ചില്ലേ, പിന്നെ ഇപ്പൊ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് വെച്ചതാണ്. ഇനി ഏതായാലും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഏതായാലും നമ്മൾ പോണ അപ്പം നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തലുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ പോണ പോക്കിൽ എവിടെയെങ്കിലും ഹോട്ടലിലെങ്ങാനും കയറിയിട്ട് നോമ്പ് തുറന്നതിന് ശേഷം അങ്ങോട്ട് പോവാന്നാണ്. അല്ല ഐസ്ക്രീം ഇതൊക്കെ എടുത്തോ? ഇപ്പൊ താത്തന്റെ വീട്ടിലേക്ക് അവിടെ ഉണ്ട് മക്കൾ, അപ്പൊ ഓൽക്കൂടി വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ എങ്കില് ആഴ്ച പോ രണ്ടാമത്തെ കഴിക്കണേ അല്ലെ മൂന്നാമത്തെ കഴിക്കണേ? എന്റെ മോളെ കഫക്കെട്ട് വെറുതെ അല്ല ടാശുവിനെ സമ്മതിക്കില്ലല്ലേ? ഓർക്ക് വേണ്ടി വാങ്ങിയത് അങ്ങനെ ഓർക്ക് കൊടുക്കാൻ സമ്മതിച്ചില്ല. അതൊക്കെ അതുപോലെ തന്നെ ഓളെടുത്ത് ഇങ്ങനെ പോകുന്നു. ആരാ? അമ്മനെ ഡാഡനെ? അതെന്തിനാ ഡാഡനെ തോട്ടിലിട്ടണേ? ഡാഡ ഗുഡ് ബോയ് അല്ലേ? ഡാഡ ഗുഡ് ബോയ് അല്ലേ? ആശു ഗുഡ് ഗേള്, ഗുഡ് ഗേള്. ഓള് ബാഡ് ഗേള്. ഓള് ചീത്ത കുട്ടിയാ. കുടുകളാ? ആര്? ഡാഡ ചീത്ത കുട്ടിയോ? അങ്ങനെ പറയരുത്. അപ്പൊ ഈ സന്തോഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പൊ ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണും അല്ലേ? അവിടെ റൂമിലെത്തി. പ്രസവരക്ഷ സംഭവത്തിലേക്ക് എന്താ പറയാ, ഡെലിവറി കെയറിലേക്ക് എത്തി. അപ്പോ പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് ഇങ്ങനെ പോകുന്നതാണ്. ഇവിടെ എത്തുന്ന സമയത്ത് 8 മണി ആയിരിക്കും അല്ലേ ഷെമി? അപ്പൊ ഷെമി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പ്രസവരക്ഷ വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും രക്ഷ വേണ്ടായിട്ടല്ല, അതിനുള്ള ഒരു മനസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഇവരിങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോ ഞാൻ ഫോണൊന്നും എടുത്തില്ല. ഒരു 9 നേരം പറയുന്നത് കുറെ വോയിസ് ഒക്കെ വിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഷെഫിക്കാണെങ്കിലും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കുറെ പണിയും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ നോക്കിക്കലേ ഉണ്ടാവും. ഷെഫിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് എന്നോട് എന്തേലും ഒരു രക്ഷ ചെയ്യണ്ടേ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ആണ് ഞങ്ങളിപ്പോ ഇവിടെ എത്തിയത്. അപ്പം ഇവര് പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇനി മുമ്പോട്ടും ജീവിക്കണല്ലോ, വേറെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ. ഇവിടെ വന്നപ്പോ തന്നെ എല്ലാരേലും മക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ അല്ലാണ്ട് തന്നെ വന്നത് അല്ലേ. എല്ലാ അതിനൊന്നും ഒരു ടെൻഷനും വേണ്ട. അങ്ങനെയുള്ളവരും ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇപ്പോൾ 4 ദിവസം മുൻപ് ഒരാൾ ഡിസ്ചാർജ് ആയിപ്പോയി. ഇതുപോലെ തന്നെ അവർക്ക് 3 മാസം കണ്ടോ ആയിട്ടുള്ളായിരുന്നു. അബോർഷനായി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ. കാരണം വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനും, കാരണം 3 മാസം നമുക്ക് ട്രീറ്റ്മെന്റ് വേണമല്ലേ. അങ്ങനെയാണ് എനിക്ക് 6 മാസം പകുതിയായി. അതെ, 7 മാസമായിട്ടുണ്ട്. ജൂണിലായിരുന്നു നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് മാർച്ചിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു പോയി. അതൊന്നും നോക്കണ്ട, ഇനി ടെൻഷനൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മള് ടെൻഷൻ ഒഴിവാക്കാന്ന് പറയാന്നല്ലാതെ നമ്മൾ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ മിനിയാന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചപ്പോ തന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല, എനിക്ക് ഫോൺ എടുക്കുന്നേ ഇല്ല. അപ്പൊ ഞാൻ വോയിസ് ഇട്ടതാണ്. കാരണം ഒരുപാട് ടെൻഷനും കാര്യങ്ങളുമായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു മൈൻഡിലോട്ട് ഡിപ്രഷൻ വരും നമുക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും എല്ലാം കൊണ്ടും നമുക്ക് നല്ലത് ഇതുപോലത്തെ ഒരു വരികയെന്നുള്ളതാണ്. ഇതും കൂടി വന്നപ്പോ എനിക്ക് ഒന്നും കൂടി കൂടുതലുണ്ട് ഈ ഒരു പ്രശ്നം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തല്ലേ നമുക്ക് സംഭവിക്കുന്നേ. വിചാരിച്ചില്ല കേട്ടോ ഒരിക്കലും ഇങ്ങനെ സാരമില്ല. അപ്പൊ അതിനൊന്നും ഒരു ടെൻഷനും വേണ്ട, ഞങ്ങളുണ്ട് കൂടെ. മോമീസില് ഇവിടെ ഒത്തിരി കുട്ടികളുണ്ട്. നമ്മളെ തെറാപ്പിസ്റ്റും മറ്റൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും ട്രീറ്റ്മെന്റ് ആണെങ്കിലും. പിന്നെ ഷെമിക്ക് എവിടെ പോയി കഴിഞ്ഞാൽ റൂമൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടില്ല. അത്
ഇവിടെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായില്ലേ? അതെ. റൂമില് ഞാൻ പറഞ്ഞില്ലേ, റൂമിൽ കയറുന്ന സമയത്ത് ഒരു ഭയങ്കര വെപ്രാളം പേടി അങ്ങനെയൊക്കെ, പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞപ്പം ഓക്കെയാണ്. അതെ. സെറ്റ് അല്ലേ? ഇപ്പൊ ഇന്ന് വന്ന ദിവസമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും ഒരുപാട് സന്തോഷം ഇവിടുന്ന് കിട്ടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇനി ആ ഒരു പഴയതിലോട്ടൊന്നും പോവേണ്ട മൈൻഡ്. ഇനി പുതിയൊരു ജീവിതം ജീവിച്ചു തുടങ്ങുകയാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇനിയും ജീവിക്കാനുള്ളതാണ്. കഴിഞ്ഞതിനെ കുറിച്ച് ദുഃഖിക്കാനോ മറ്റൊന്നും നിൽക്കണ്ട. ഇപ്പം പറഞ്ഞല്ലോ, എല്ലാവരും കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഞങ്ങൾ മക്കളില്ലാണ്ടാണ് വന്നത്, അതിൻ്റെ വിഷമം. ആ ഒരു വിഷമേ വേണ്ട കേട്ടോ. നമുക്ക് ഇനിയും സമയമുണ്ട് നമ്മളെ മുന്നിൽ, ഒരുപാട് സമയം കിടപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇനി ഇവിടുന്ന് നല്ല ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകും. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, മൈൻഡിനെയും കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു നോർമലായിട്ട് ഡെലിവറി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഡിപ്രഷന്റെ ടൈമാണല്ലോ. അതെ, പ്രസവം കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ശേഷമുള്ള കുറച്ച് സമയം എന്ന് പറയുന്നത് നമുക്ക് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളിലും നമുക്ക് നമ്മുടെ ഹോർമോൺ പല രീതിയിലാണ് ചേഞ്ച് ആവുന്നത്. അതെ, അപ്പം അതിനൊക്കെ നമുക്ക് കെയർ ചെയ്യാനും മറ്റൊക്കെ നമുക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും നല്ലതാണ്. അതും ഇതുപോലുള്ള ഇപ്പം ഇവിടെ നമ്മുടെ ഈ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്നത് നഴ്സുമാർ തന്നെയാണ്. ആയുർവേദ നഴ്സുമാരാണ്. അവർ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കെയർ ചെയ്യുന്ന അതുപോലെയൊന്നുമല്ല, നല്ല രീതിയിൽ ശരിക്കും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ അവർക്ക് മൈൻഡ് മാറ്റിയെടുക്കാനൊക്കെ അവർക്ക് പറ്റും. അപ്പോൾ അതിലൊന്നും നമുക്ക് എന്താണ് ടെൻഷൻ അടിക്കേണ്ട കാര്യം. നമ്മൾ ഇവിടുന്ന് പോണ വരെ ഇവിടുത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും, ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരട്ടെ. അതെ, തീർച്ചയായിട്ടും വേണം. ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന, കാരണം മോമീസ് ഇപ്പം നമ്മളിവിടെ കോഴിക്കോട് കാരപ്പറമ്പ് ആണിപ്പം നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഈ ഒരു കോഴിക്കോട് സിറ്റിക്കുള്ളിൽ ഇത്രയും നല്ലൊരു സ്ഥാപനം, ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളാണെങ്കിലും നമുക്ക് അവരിലൂടെയാണ് ഇവിടെ ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നത്. ഇവിടെ ഒരുപാട് പേഷ്യൻ്റ് വന്നത് ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നവരിലൂടെയാണ്. അവർ പറഞ്ഞ് അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഇവിടുത്തെ മെഡിസിൻ്റെതാണെങ്കിലും ഫുഡിൻ്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരിലൂടെയാണ് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നതും ബുക്കിങ്സ് വരുന്നതും. അതന്നെ, നമുക്ക് പേഷ്യന്റിനും ഉണ്ട്, കൂടെ വരുന്നവർക്കും ഉണ്ടല്ലോ. കുട്ടികളാണെങ്കിലും കുട്ടിയുള്ള ഒരാളാണെങ്കിൽ ആ കുട്ടിനെ തീർച്ചയായിട്ടും 5 വയസ്സിന് താഴെ കെയർ ചെയ്തോളൂ വരും. അപ്പൊ ഐഷു ഉണ്ടല്ലോ, അങ്ങനൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇനിയിപ്പോ നോക്കാൻ കൂടെ ആളില്ലെങ്കിലും ഞങ്ങൾ 2 പേരാണ്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. ഞങ്ങൾ ഫുൾ ടൈം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. 24 മണിക്കൂറും ഞങ്ങളുടെ സർവീസ് ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരാൾക്ക് പോവേണ്ടി വന്നാലും മറ്റേ ആൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെയർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാവും. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഓക്കെ നമുക്ക് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞില്ലേ ക്ഷമേ? അതെ, കോഴിക്കോട് കാരപ്പറമ്പാണ്. അപ്പം ഈ ബേബിയിലായാലും പിന്നെ മിംസിന്റെ ആയാലും പിന്നെ ഒരുവിധ ഹോസ്പിറ്റലിലേക്ക് സെന്റർ ആയിട്ടാണ് ഇവിടെ ഞങ്ങൾ പിന്നെ അതൊക്കെ സെറ്റാക്കി ഞങ്ങൾ പോയതാണ്. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇനി എന്താക്കണം, അതാ കോള് എടുത്ത്, അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ്. അതെ, അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല നമ്പർ മോമീസ് ഇല്ലേ, മോമീസിന്റെ അതെ, ഓക്കെ, ആൻഡ് ബേബി കെയർ, ഓക്കെ. അപ്പോൾ വല്ല നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് എൻക്വയറി ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അല്ലേ? അപ്പോൾ ഏതായാലും ഞങ്ങൾ പിന്നെ ഒന്ന് സെറ്റാകാം നമ്മൾ ഇല്ലേ, സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിയിട്ട് മൊത്തം ഒന്ന് റെഡി ആകട്ടെ അല്ലേ ഹിമേ? അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.